ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പാളയംതോട്ടത്തിൻ്റെ വാഴയിലയാണ്. വാഴയില വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഹൽവ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോഴും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു സംശയം വരും, ഇത് കവർപ്പൊക്കെ ഉണ്ടാകില്ലെന്ന്. ഇല്ല, ഒരു കവർപ്പും ഉണ്ടാകില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രമേ വാഴയിലയുടെ ഹലുവയാണെന്ന് അറിയത്തുള്ളൂ. ഇത് വാഴയിലയുടെ ജ്യൂസ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു കവർപ്പും ഉണ്ടാകുന്നതല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെള്ളവും ചേർത്താണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. നമുക്കിത് കുറച്ച് ഇതിലേക്ക് മാറ്റി വയ്ക്കാം. വെള്ളവും ചേർത്ത് വേണം മിക്സിയിൽ അടിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ, 1 കിലോയ്ക്ക് ആണെങ്കിൽ 1 കിലോ ഹൽവ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് 200 ഗ്രാം ചേർക്കാം. ഇത് 1 കിലോ ഇല്ല, അതുകൊണ്ട് ഞാൻ 200 ചേർക്കുന്നില്ല. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം, കട്ടകളൊന്നും ഇല്ലാതെ. വാഴയിലയുടെ ജ്യൂസ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനൊക്കെ നല്ലതാണ്. ഇത് കവർപ്പോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച്, അതുകൂടി ഇതിലേക്ക് എല്ലാം കൂടി ചേർത്ത് ചിലപ്പോൾ മിക്സ് ആയില്ലെങ്കിലും അതാണ്. ഇതെല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വാഴയിലയുടെ ജ്യൂസും പഞ്ചസാരയും, ആവശ്യത്തിന് പഞ്ചസാരയും കോൺഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴയിലയുടെ ജ്യൂസും കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ നമുക്കത് മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് മീഡിയമിലേക്ക് മാറ്റി കൊടുക്കാം ഫ്ലെയിം. കൈവിടാതെ നല്ലതുപോലെ ഇളക്കുക. നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. ഇങ്ങനെ നമ്മുടെ രുചികരമായ വാഴയില ഹൽവ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ നെയ്യ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഒരിക്കൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ നമുക്ക് മധുരമൊക്കെ നോക്കുക, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ട കാഷ്യൂ എന്തൊക്കെ വേണോ, നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടിയും കാഷ്യൂവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് സമയം കൂടി വേണ്ടി. നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാകും. നമുക്കിത് മൈദമാവിൽ വേണമെങ്കിലും ചെയ്യാം, മൈദപ്പൊടിയും ചെയ്യാം. കുറച്ച് ടൈം കൂടി എടുക്കുമെന്നേ ഉള്ളൂ തയ്യാറാകാനായിട്ട്. ഇങ്ങനെ നമ്മുടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും വെറൈറ്റിയുമായ ഹൽവ കണ്ടോ. നല്ല വാഴയില ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തിയിടാം.
ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ പ്ലേറ്റിൻ്റെ ഷേപ്പാണ് ഇതിലുള്ളത്. നമുക്കിത് കട്ട് ചെയ്യാം. ഇവിടെ ടേസ്റ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കി കഴിച്ചു ചെയ്തതാണ്. അടിപൊളിയാണ്. വാഴയിലയാണെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റും ടേസ്റ്റിയുമാണെന്ന്. നിങ്ങൾ എന്തായാലും ഇതേപോലെ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെ വെറൈറ്റി ഹൽവ റെസിപ്പിയുമായിട്ടും നമ്മൾ ഇനിയും വരുന്നതാണ്. കണ്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഹൽവ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.